സീതമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അയല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിനി വേവിച്ചെടുക്കാൻ പോവാണ്. വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് പൊടിയും കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കഷ്ണം കുടംപുളിയും ഇട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ മീൻ വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമ്മളിതിനെ നല്ല പൊടിച്ച് റെഡിയാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാമായിട്ട് വരാം. നമുക്ക് ഇതിന് വേവിച്ച് നമ്മൾ മീൻ വേവിച്ച് മുള്ളെല്ലാം മാറ്റി ഉടച്ച് വെച്ചിരിക്കുകയാണ്. 2 വലിയ അയലയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 സവാള, 8 പച്ചമുളക്, 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 സ്പൂൺ ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക്, 1 അരമുറി തേങ്ങ, കടുക്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിലേക്ക് നമ്മൾ അടുപ്പത്തെ കത്തിച്ചു, എണ്ണ ഒഴിക്കുന്നു. കടുക് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് കുരുമുളകും പച്ചമുളകുമാണ്. അപ്പോൾ വേറെ മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, സോറി ഒരു 5-6 മിനിറ്റോളം നമ്മളിതിനെ നല്ലപോലെ വഴന്ന് വെള്ളമെല്ലാം വറ്റി ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. നമ്മൾ മീനിൽ ഉപ്പിട്ടത് കൊണ്ട് ഇതിൽ നമുക്ക് അവസാനം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടാൽ മതി. ഇപ്പം നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വഴറ്റുന്ന താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് ഈസിയാണ് ഈ കറി. അതിൻ്റെ കൂടെ കുരുമുളക് 1 സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മീൻ ഇട്ട് വെച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കുന്നു. എരിവ് അനുസരിച്ച് മുളക് ചേർക്കണം. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിന് ടേസ്റ്റ്. പച്ചമുളക് നമ്മൾ കുറച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടുതൽ എടുത്താൽ മതി, അതാണ് രുചി. ഇനി ഇതിലൊരു ചെറിയ പണിയും കൂടെ ഉണ്ട്. ഇത് ഈ കുട്ടികളൊന്നും ഇങ്ങനെ മീനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 2 പൊട്ടറ്റോ ഞാൻ വേവിച്ചു. അതിലേക്ക് ഇതിൽ നിന്ന് 2 തവി പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള മീൻ തോരൻ ഇതിലോട്ട് ചേർക്കുന്നു. ഇതിലേക്ക് കുറച്ച്
ഗരം മസാല അല്പം ഒരു ടേസ്റ്റിന് വേണ്ടി അല്പം ഗരം മസാല ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു, കുറച്ച് സവാള അരിഞ്ഞത് അതും കൂടെ ചേർക്കുന്നു. ഇനി ഇതിനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് കട്ട്ലറ്റാക്കി എടുക്കാം. നമ്മൾ ആ മിക്സിലേക്ക് 2 പൊട്ടറ്റോ വേവിച്ച് പൊടിച്ചതിട്ടു. പിന്നെ മീൻ തോരൻ അത് തന്നെയാണ്. അതിലേക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇട്ട് നമ്മളിതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് നമുക്ക് മീൻ വറുത്തത് തിന്നുന്നത് പോലെയുള്ള ദോഷം വരത്തില്ല കുഞ്ഞുങ്ങൾക്ക്. എന്ന് വെച്ചാൽ കട്ട്ലറ്റിൻ്റെ ഇതെല്ലാം ഉൾഭാഗം എല്ലാം വെന്തതാണ്. അപ്പം നമുക്ക് ഈ വെളിയിലെ കോട്ടിങ് മാത്രം ഒന്ന് വെന്താൽ മതി. അപ്പോൾ അധികം എണ്ണ നമുക്ക് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോകത്തില്ല. ഇത് ഹെൽത്തിയാണ്. പിന്നെ നമ്മളും നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. എന്നാലേ നമ്മുടെ വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും നമുക്കും നല്ല നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഇത് നല്ല തീയിൽ പെട്ടെന്ന് തന്നെ ഇതാകും, വെന്ത് കിട്ടും. നമുക്ക് വെളിയിലെ കോട്ടിങ് മാത്രം വെന്താൽ മതി. കട്ട്ലറ്റ് എത്ര പെട്ടെന്നാണ് റെഡിയായത്. എല്ലാവരും നല്ല